ഇപ്പം നമ്മുടെ ആംനസ്റ്റിയിൽ നദീൻ ഗോഡ്മർ ഒരു സൗത്ത് ആഫ്രിക്കൻ ലേഡിയുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവിടെ ഉള്ള അപ്പാർത്തൈഡ് സൊസൈറ്റിയിലെ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഓരോ മൂവ്മെൻറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത്. നമ്മൾ പറഞ്ഞു ഇവിടെ പ്രോട്ടഗോണിസ്റ്റ്, അതായത് ഇവളുടെ ലവർ ജയിലിൽ നിന്ന് തിരിച്ചു വരികയാണ്. We were not sure what day he would arrive. We only heard on my radio this name and the names of some others who were released. So ഇവർക്കറിയില്ല എന്നാണ് ഇവൻ വരുന്നതെന്ന്. റേഡിയോയിൽ അവൻ്റെ പേര് പറയുന്നത് കേട്ടു. അവൻ്റെ പേരിൻ്റെ കൂടെ തന്നെ അവൻ്റെ കൂടെ റിലീസ് ചെയ്യുന്ന മറ്റുള്ളവരുടെ പേരും കൂടി ഇവർ കേട്ടു. Then at the Indian store, I noticed the newspaper, The Nation, written by black people, and on the front of a picture of a lot of people dancing and waving. I saw at once it was at the ferry. Some men were being carried on other men's shoulders. I couldn't see which one was him. We were waiting. The ferry had brought him from the island, but we remembered Cape Town is a long way from us. Then he did come. അപ്പോൾ പറയാണ്, ഒരു ദിവസം സ്റ്റോറിലോട്ട് പോയപ്പോൾ ദ നേഷൻ എന്നുള്ള ന്യൂസ് പേപ്പർ കണ്ടു. ന്യൂസ് പേപ്പർ എഴുതുന്നത് ബ്ലാക്ക് പീപ്പിളാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ ഫെറിയിലെ ആളുകളെല്ലാം കയറി വരുന്ന ഒരു ഫോട്ടോ കണ്ടു. പക്ഷെ ഇതിൽ ഏതാണ് അവൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഫെറി, ഐലൻഡിൽ നിന്ന് ഫെറി വന്നിറങ്ങുന്ന സ്ഥലമാണ് കേപ്പ് ടൗൺ. ആൻഡ് കേപ്പ് ടൗണിൽ നിന്നും ഇവരുടെ വീട്ടിലേക്ക് വളരെയധികം ദൂരം ഉണ്ട്. പറയാണ് കുറച്ച് സമയമെടുക്കും ഇവൻ വരാനായിട്ട്. ഞാൻ പറയണു അങ്ങനെ അവൻ വന്നു. ഓൺ എ സാറ്റർഡേ, നോ സ്കൂൾ, സോ ഐ വാസ് വാക്കിംഗ് വിത്ത് മൈ മദർ, hoeing and weeding round the pumpkins and millies. My hair that I meant to keep nice tied in an old dog. A combi came over the world and his comrades had brought him. I wanted to run away and wash, but he stood there stretching his legs, calling hey hey, with his comrades making a noise around him. And my mother started shrinking in the old style, hey hey, and my father was clapping and stamping towards him. He held his arms open to us, this big man in town, clothes, polished shoes, and all the time, while he hugged me, I was holding my dirty hand full of mud away from him behind his back. His teeth hit me hard through his lips. He grabbed at my mother and he struggled to hold the child up to him. I thought we would fall down. Then everyone was quiet. The child hid behind my mother. He picked her up, but he turned her head away to her shoulder. He spoke to her gently, but she wouldn't speak to him. She is nearly 6 years old. I told her not to be a baby, but she said, "That's not him." അങ്ങനെ ഒരു ദിവസം സാറ്റർഡേ ഇവൾക്ക് സ്കൂളില്ല. സോ ഇവൾ അമ്മേനെ ഹെൽപ്പ് ചെയ്യായിരുന്നു. ഈ സമയത്ത് ഒരു കോമ്പി വന്ന് നിൽക്കുകയാണ് വിത്ത് ഹിസ് കോമറേറ്റ്സ്. അവൻ വന്നിറങ്ങുന്നു. അപ്പോൾ ഇറങ്ങിയ പക്ഷേ സന്തോഷം കൊണ്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്തു. അതായത് ഇവൻ ഭയങ്കര ഹൈറ്റ് കൂടുതലാണ്. ഈ കോമ്പിയിൽ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെച്ചിങ്ങൊക്കെ കഴിഞ്ഞ് ഇവൻ എന്ത് ചെയ്യുന്നു, ഒരു സൗണ്ട് ഉണ്ടാക്കുകയാണ് സന്തോഷം കൊണ്ട്, ഹേ ഹേ ഞാൻ വന്നു എന്ന്. അപ്പം അമ്മ തിരിച്ച് സൗണ്ട് ഉണ്ടാക്കുന്നു. ദെൻ ഇവൻ എല്ലാവരെയും ഹഗ് ചെയ്യുന്നു, എല്ലാവരെയും എടുത്ത് പൊക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇവളുടെ കയ്യിൽ മൊത്തം ചളിയാണ്. അപ്പോൾ അത് അവൻ്റെ മേത്താവാതിരിക്കാൻ ഇവളെപ്പോഴും ശ്രദ്ധിച്ചു. പറയണ അവൻ്റെ പല്ല് ഇവളെ കൊണ്ടു കിസ് ചെയ്തപ്പോൾ. അങ്ങനെ ഇവർ ആഹ്ലാദ പ്രകടനമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് എല്ലാവരും ക്വയറ്റായി. അപ്പോൾ ഇവളുടെ മോള് ഇൻകുലുലേക്കോ, ഇപ്പോൾ 6 വയസ്സായി. കാരണം ട്രയൽ നടക്കുമ്പോൾ ഉണ്ടായതാണല്ലോ. അപ്പോൾ അവൾ ഇങ്ങനെ അമ്മയുടെ ബാക്കിൽ ഒളിച്ച് നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഇവൻ അവളെ എടുത്തിട്ട് സംസാരിക്കുന്നുണ്ട്. സോ ഇവളോട് നമ്മുടെ നരേറ്റർ, അതായത് നമ്മൾ ഈ ആഫ്രിക്കൻ ലേഡി പറയുന്നുണ്ട് സംസാരിക്കുക എന്ന് പറയുന്നു. സോ ഇവൾ പറയുന്നു, ദാറ്റ്സ് നോട്ട് ഹിം, ഇതെൻ്റെ ഡാഡി അല്ല എന്നാണ് അവൾ പറയുന്നത്. The comrades all laughed. We laughed. She ran off and he said, "She has to have time to get used to me." അങ്ങനെ എന്ത് സംഭവിച്ചു, ഇവളങ്ങനെ പറഞ്ഞിട്ട് ഇവളവിടെ നിന്ന് ഓടിപ്പോവാണ്. എല്ലാവരും കൂടി ചിരിക്കുന്നു. അപ്പം നമ്മൾ പ്രൊട്ടഗോണിസ്റ്റ്, അതായത് ഇവൻ പറയുന്നു കുഴപ്പമില്ല, അവൾക്ക് കുറച്ച് ടൈം എടുത്ത് മിങ്കിളാവുമായിരിക്കും.
അങ്ങനെ പറഞ്ഞത് വിടുന്നു. He has put on weight, yes, a lot. You couldn't believe it. He used to be so thin his feet looked too big for him. I used to feel his bones, but now that night when he lay on me, he was so heavy. I didn't remember it was like that. Such a long time. It's strange to get stronger in prison. I thought he wouldn't have enough to eat and would come out weak. Everyone said, "Look at him, he's a man now." He laughed and banged his fist on his chest, told them how the comrades exercised in the cells. He would run 3 miles a day, stepping up and down on one place on the floor of the small cell where he was kept. സോ ഇവള് പറയാണ് ഇവൻ ഭയങ്കരമായിട്ട് വെയിറ്റ് വെച്ചു, തടി വെച്ചു, സൈസായി. അപ്പോൾ ആദ്യം വളരെയധികം മെലിഞ്ഞ് ഭയങ്കര വലിയ ഫീറ്റൊക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം നന്നായി തടിയൊക്കെ വെച്ചു. അപ്പം അന്ന് രാത്രി അവൻ വെള്ളം മേത്ത് കയറി കിടന്നപ്പോൾ ഇവൾക്ക് നല്ല ഹെവി ആയിട്ട് തോന്നുകയാണ്. ദെൻ ആളുകൾ കാണുന്നവരൊക്കെ പറയുന്നുണ്ട്, ലുക്ക് ഇവനിപ്പോൾ ഒരു മാൻ ആയി കഴിഞ്ഞു, അതായത് ഒരാളായി കഴിഞ്ഞു. സോ എന്ത് ചെയ്യും, ഇവൻ എപ്പോഴും എൻ്റെ ചെസ്റ്റിൽ ഫിസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ഇടിക്കുകയാണ്. എന്നിട്ട് പറയും യെസ് എന്ന് പറഞ്ഞിട്ട് ചിരിക്കും. ദെൻ അവൻ ജയിലിൽ നടത്തിയ ആ ഒരു ട്രെയിനിങ് ഒരു എക്സസൈസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 3 miles a day ഓടുമായിരുന്നു. അതുപോലെ സ്റ്റെപ്പിംഗ് അപ്പ് ആൻഡ് ഡൗൺ ഓൺ വൺ പ്ലേസ് ഇൻ ദ ഫ്ലോർ ദാറ്റ് സ്മോൾ സെൽ ഹി വാസ് കെപ്റ്റ്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റെപ്പ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ അങ്ങനെയൊക്കെ ചെയ്ത് നല്ല ട്രെയിനിങ് കിട്ടി നല്ല സ്ട്രോങ് ബോഡി ആയിട്ടാണ് ഇപ്പോൾ അവൻ തിരിച്ചു വന്നിരിക്കുന്നത്. ദെൻ sometimes in the daytime, I do try to tell him what it was like for me here at home on the farm 5 years. He listens, he is interested, just like he is interested when people from the other farm came to visit and talk to him about little things that happened to them while he was away all the time on the island. He smiles and nods, asks a couple of questions, and then stands up and stretches. I see it's a show them it's enough. His mind is going back to something he was busy with before they came. And most farm people are very slow. We tell things slowly, he used to do. അപ്പം പറയാണ് ഇവൾക്ക് അവനോട് സംസാരിക്കണം, ഇവനില്ലാത്ത 5 വർഷം എങ്ങനെയാണ് ഇവൾക്ക് ഫീൽ ചെയ്തത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയണം, സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവൻ അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. ഇവളോട് കാണിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇവൻ അപ്പുറത്തെ ഫാമിൽ നിന്ന് ആളുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരോട് പെരുമാറാറ് അതുപോലെ തന്നെയാണ് ഇവളോടും പെരുമാറാറ്. ആദ്യം കുറച്ച് സംസാരിക്കും, പിന്നെ ഒന്ന് നോടിയും, പിന്നെ അത് കഴിഞ്ഞാൽ ഇവന് മതിയായി കേട്ട് മടുത്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവൻ എണീറ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുമായിരുന്നു. ദെൻ ഹി ബാക്ക് ടു ഹിസ് ഓൺ തോട്ട്, അവൻ അവൻ്റേതായ ചിന്തകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവൾക്കൊരു പെർഫെക്റ്റ് പാർട്ട്ണർ ആവുമെന്ന് വിചാരിച്ച ഒരാൾ, അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഇവൾക്ക് ഉണ്ടായിരുന്നു. ബട്ട് അത് കിട്ടുന്നില്ല. അവൻ അവൻ്റേതായ കാര്യങ്ങളിൽ ബിസിയായിരുന്നു. He hasn't signed on for another job, but he can't stay at home with us. We thought after 5 years over there in the middle of the green and blue sea sofa, he would rest with us a little while. The combi or some car comes to fetch him and he says, "Don't worry, I don't know what day I'll back." At first I asked what week. Next week he tried to explain to me. The moment it's not like it was the union where you do your works every day and after that you are busy with meetings. In the moment you never know where you will have to go and what is going to come up next. And the same with money. In the moment it's not like a job, it's not regular pay. I know that he doesn't have to tell me. It's like it was going to the island. You do it for all our people who suffered because we haven't got money. We haven't got land. Look, he said, speaking of my parents, my home, the home that has been waiting for him with his child. Look at the place where the white man owns the ground and let you squat in mud and tin hands here only as long as you work for him.
Baba and your brother planting his crops and looking after his cattle, Mama cleaning his house, and you the school without even having the chance to train properly as a teacher. The farm owns us, he says. അങ്ങനെ ഇവർ വിചാരിച്ചത് ഇവൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുന്നതാണ്. ബട്ട് ഹീ ഡിഡൻ സൈൻ ടു ഫോർ എ വർക്ക്. ജോബിനൊന്നും അവൻ പോയില്ല. അതിന് പകരം ഇവൻ മൂവ്മെൻറ്റിലോട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോമ്പി വന്ന് നിൽക്കും, കോമ്രേഡ്സ് ഇവനെ വിളിച്ചിട്ട് പോകും. അപ്പോൾ ആദ്യമൊക്കെ ഇവള് ചോദിച്ചിരുന്നു എപ്പോഴാണ് വരിക, ഈ ആഴ്ച വരുമോ അടുത്ത ആഴ്ച വരുമോ എന്നൊക്കെ. അപ്പോൾ എന്ത് ചെയ്യും, ഇവൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇവൻ പറയുന്നത് പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂണിയനിലായിരുന്നപ്പോൾ മീറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇന്ന് വരും അല്ലെങ്കിൽ നാളെ വരും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ബട്ട് മൂവ്മെൻറ്റ് അങ്ങനെയല്ല. മൂവ്മെൻറ്റിൽ എന്ന് വരും എപ്പോൾ വരും ഒന്നും തന്നെ പറയാൻ പറ്റില്ല. എന്താണ് സംഭവിക്കുക അങ്ങനെ ഒന്നും തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ മൂവ്മെൻറ്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല, സാലറി ഒന്നും തന്നെ കിട്ടില്ല. അപ്പോൾ ഇവള് പറയണത് അതൊക്കെ എനിക്ക് അറിയുന്ന കാര്യമാണ്. ദെൻ ഇവളോട് പറയുന്നു, ഞാൻ ഈ മൂവ്മെൻറ്റിൽ പോകുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, ഈ ഫാമിലെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബോർസിന് വേണ്ടി അടിമപ്പണി എടുക്കുകയാണ് ചെയ്യുന്നത്. നിൻ്റെ അച്ഛനും ബ്രദറും എല്ലാവരും അവിടെ തന്നെയാണ്. നമ്മുടെ അമ്മയടക്കം അവരുടെ വീട്ടിലാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെ നിന്നെ തന്നെ നോക്ക്, നീ ഫാം സ്കൂളിൽ പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാണ്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെല്ലാം പരിഹരിച്ച് നമ്മുടെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് നമുക്ക് സ്വന്തമായ സാധനങ്ങൾ നേടിയെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൂവ്മെൻറ്റിന് പോകുന്നതെന്നവൻ ഇവളോട് പറയുകയാണ് ചെയ്യുന്നത്. I have been thinking we haven't got a home because there was no time to build a house before he came from the island. But we haven't got a home at all. Now I have understood that. അമ്മ പറയാണ്, നമുക്ക് വീടില്ലാത്തത് നീ നേരത്തെ വന്നപ്പോൾ നമുക്ക് വീടുണ്ടാക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതിലായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ബട്ട് ഇതൊക്കെ പറഞ്ഞ് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നമുക്ക് വീട് തന്നെ ഇല്ല. ഹോം എന്നോട് ഉദ്ദേശിക്കുന്നത് കൺട്രീനെയും കൂടിയിട്ടാണ് പറയുന്നത്. അവിടെ കൺട്രി പോലും നമുക്ക് സ്വന്തമല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് അവൾക്കുണ്ടാവാൻ. I'm not stupid. When the comrades come to this place in a combi to talk to him here, I didn't go away with my mother after we have brought them tea or beer. And they like her beer. They talk about our culture, and there's one of them who makes a point of putting his arm around my mother, calling her the mama of all of them, the mama of Africa. സോ ഇവിടെ പറയാണ്, ഞാൻ അത്ര സ്റ്റുപ്പിഡൊന്നുമല്ല. ഞാനോട് ഉദ്ദേശിക്കുന്നത് തന്നെ ഏറ്റവും ആഫ്രിക്കൻ ലേഡി പറയാണ്, ഞാനത്ര സ്റ്റുപ്പിഡൊന്നുമല്ല. നിങ്ങൾ കോമ്പിയിൽ കോമ്രേഡ്സ് വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവിടെ തന്നെ നിൽക്കും, എന്താ പറയുന്നതെന്ന് നോക്കാനും കേൾക്കാനും കേട്ട്. അല്ലാണ്ട് അമ്മ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ ഒരു ബിയർ കൊടുന്ന് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും, അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഇവള് പോകാറില്ല, ഇവള് അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യാറ്. അപ്പം അമ്മ ബിയറൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവരുടെ കൾച്ചർ അതുപോലെ ഇവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക അമ്മയോട് കുറച്ച് നേരം. അതുപോലെ തന്നെ അമ്മയുടെ ബിയർ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അമ്മേനെ അവർ പറയുന്നത് മദർ ഓഫ് ഓൾ എന്നാണ് വിളിക്കുക. മമ്മ ഓഫ് ആഫ്രിക്ക എന്നാണ് അമ്മേനെ വിളിക്കാറ്. ദെൻ അമ്മയുടെ കൂടെ ഒരു പാട്ട് പാടും, കളിക്കും, അങ്ങനെ ഭയങ്കര ഒച്ചത്തിൽ പാട്ട് പാടുകയൊക്കെ ചെയ്യും. സോ ഫാദറിന് അത് ഇഷ്ടമല്ല. അപ്പോൾ ഫാദറിന് ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണം ഫാദർ വർക്ക് ചെയ്യുന്നത് ബോർഡ്സിൻ്റെ അവിടെയാണ്. അപ്പോൾ ബോർഡ്സ് ഇതറിഞ്ഞാൽ, അതായത് ഇവരുടെ ലാൻഡിൽ ഇവർ മൂവ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നു, അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ്സ് എന്ത് പറയും, ഈ ലാൻഡിൽ നിന്ന് ഇറങ്ങി പൊക്കോളൂ, അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ല എന്ന് പറയും. അതിൻ്റെ പേടിയാണ് അച്ഛനുള്ളത്. സോ ഈ സമയത്ത് ഇവളുടെ ബ്രദർ എന്ന് പറയും, കുഴപ്പമില്ല, ഇതൊരു റിലീജിയസ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ ബോർഡ്സ് ഒന്നും പറയില്ല എന്ന് ബ്രദർ പറയുന്നു. ദെൻ പ്രയർ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ മതി എന്ന് ബ്രദർ പറയുന്നു. ദെൻ ദ സിംഗിങ് ഈസ് ഓവർ. മൈ മദർ നോസ് ഷീ മസ്റ്റ് ഗോ അവേ ഇൻ ടു ദ ഹൗസ്. എന്നിട്ട് ഈ പാട്ടൊക്കെ കഴിഞ്ഞാൽ അമ്മയ്ക്ക് അറിയാം ഇനി ഞാനിവിടെ നിൽക്കാൻ പാടില്ല എന്ന്. സോ അമ്മ എന്ത് ചെയ്യും, അകത്തോട്ട് പോവാണ് ചെയ്യാറ്. ഐ സ്റ്റേ, പറഞ്ഞാൽ ഞാനവിടെ നിൽക്കും. ആൻഡ് ലിസൺ.
He forgets I am there when he talking and argues about something I can see is important, more important than anything we could ever have to say to each other when we are alone. അപ്പോൾ പറയാണ് ചില സമയത്ത് ഇവൻ സംസാരിക്കുമ്പോൾ ഞാനിവിടെ നിൽക്കുന്നുണ്ടെന്ന് അവന് ഓർമ്മ ഉണ്ടാവില്ല. അവൻ ആർഗ്യൂ ചെയ്യും, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും, ഭയങ്കര സീരിയസ് ആയിട്ടാണ് സംസാരിക്കുക. പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇതുപോലെ സീരിയസ് ആയിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ സീരിയസ്നെസ്സോട് കൂടിയിട്ടാണ് ഇവനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ കോമറേറ്റ്സ് പറയുന്നതും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവൻ കേൾക്കുന്നുണ്ട്. But now and then, when one of the other comrades is speaking, I see him look at me for a moment the way I will look up at the ones of my favorite children in school to encourage the child to understand. Then the men don't speak to me and I don't speak. One of the things they talk about is organizing the people on the farm, the workers like my father and brother and like his parents used to be. I learned what is all things are. Minimum wage, limitation of working hours, the right to strike, annual leave, accident compensation, pensions, sick and maternity leave. I'm pregnant. At last, I have another child inside me. But that's woman's business. When they talk about the big man and the old man, I know who these are. Our leaders are also back from prison. I told him about the child coming. He said, and this one belongs to a new country. He will build the freedom we have fought for. I know he wants to get married, but there is no time for that present. It's hardly time for him to make the child. He comes to me just like he comes for to eat a meal or put on clean clothes. അപ്പോൾ ഇവിടെ പറയുന്നത് ഇവർ ഭയങ്കര സീരിയസ് ഡിസ്കഷൻസ് നടക്കുമ്പോൾ ചില സമയത്ത് ഇവളെ അങ്ങനെ നോക്കിയിട്ട് പറയും, കേട്ട് മനസ്സിലാക്കുക എന്നുള്ള അർത്ഥത്തിൽ ഇവളെ നോക്കാറുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, ഇവർക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതായത് ഇവരുടെ ന്യായമായ ആവശ്യങ്ങൾ, അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ മൂവ്മെൻറ്റ് നടത്താൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ആവശ്യങ്ങൾ എന്നാണ് പറയുന്നത്. മിനിമം വേജ്, ലിമിറ്റേഷൻ ഓഫ് വർക്കിംഗ് അവേഴ്സ്, ദ റൈറ്റ് ടു സ്ട്രൈക്ക്, ആനുവൽ ലീവ്, ആക്സിഡൻറ്റ് കോമ്പൻസേഷൻ, മെറ്റേണിറ്റി ലീവ്, പെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ സമയത്താണ് അവൾ പറയുന്നത്, ഒരു കുട്ടി എൻ്റെ വയറ്റിലും വളരുന്നു, ഐ ആം പ്രഗ്നൻറ്റ്. എന്നിട്ട് അടുത്ത വശം പറയാൻ ദാറ്റ്സ് വുമൺസ് ബിസിനസ്, അത് സ്ത്രീകളുടെ കാര്യമാണ്. അവനത് ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. ഹീസ് ബിസി വിത്ത് ദ മൂവ്മെൻറ്റ്, അവൻ മൂവ്മെൻറ്റിൽ ബിസിയാണ്. അപ്പോൾ പറയണം അവന് സമയമില്ല. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിക്കണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം, പക്ഷേ സമയം കിട്ടുന്നില്ല, അവന് കുട്ടീനെ ഉണ്ടാക്കാനടക്കം സമയം കിട്ടുന്നില്ല എന്നാണ് അവൾ പറയുന്നത്. അതായത് ഒരു ടൈം കിട്ടുന്നില്ല. ഒരു കോട്ട് ഇടുന്ന ഞാൻ വരുന്ന പോലെ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വരുന്ന ലാഘവത്തോടെയാണ് അവൻ എൻ്റെ അടുത്തേക്ക് വരാറ്. ദെൻ അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും, കുട്ടീൻ്റെ അടുത്ത് കുറച്ച് നേരം കളിപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ചെയ്യുന്നത്. സോ ഈ ഭയങ്കര ബിസിയാണ്. ദെൻ ഒരു ബിഗ് മാൻ ആൻഡ് ഓൾഡ് മാൻ എന്ന് പറയുന്നു. അവർ ബിഗ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കൻ പൊളിറ്റിക്കൽ ലീഡേഴ്സാണ്. ഓൾഡ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽഡർ ലീഡേഴ്സ്. അപ്പോൾ ഇവരിനെ കുറിച്ച് പറയുമ്പോൾ ഇവൾ പറയുന്നു, എനിക്കറിയാം അവരാരൊക്കെയാണ്. അപ്പോൾ അവരിപ്പോൾ പ്രിസണിൽ നിന്ന് റിലീസായിട്ടുണ്ട്. സോ ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഈ മൂവ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. ദെൻ പിന്നെ പറയാണ്, ഈ കുട്ടിയുടെ കാര്യം ഇവനോട് പറഞ്ഞപ്പോൾ നമ്മുടെ കുട്ടി ഇനിയൊരു ഫ്രീഡമുള്ള രാജ്യത്തായിരിക്കും ജനിച്ചു വീഴുക, അവന് വേണ്ടി അല്ലെങ്കിൽ അവനും ഒരാൾക്ക് വേണ്ടി നല്ലൊരു രാജ്യം ഞാൻ ഉണ്ടാക്കും എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. ദെൻ പെൺകുട്ടിയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും അവൾക്ക് അധികം സമയം കിട്ടുന്നില്ല. The little girl hasn't had time to get used to this man, but I know she will be proud of him one day. പക്ഷെ ഒരു ദിവസം ഇവൾ അവനെ ആലോചിച്ച് പ്രൗഡ് ആവുമെന്ന് ഇവൾ പറയുന്നു. How can you tell that the child 6 years old, but I tell her about the big man and the old man, our leaders, so she will know that her father was with them on the island. His man is a great man too. അപ്പം പറയാണ്, ഇത്ര 6 വയസ്സായ കുട്ടിയോട് പറയാൻ പാടുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ ബിഗ് മാനെ കുറിച്ചിട്ട് ഓൾഡ് മാനെ കുറിച്ചിട്ട് അവളോട് പറഞ്ഞു, നമ്മുടെ ലീഡേഴ്സിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ ഫൈറ്റിനെ കുറിച്ച് പറഞ്ഞു. ദെൻ പറയാണ്, നമ്മുടെ അച്ഛൻ അവരുടെ കൂടെയൊക്കെ ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ആളാണ്. സോ നിൻ്റെ അച്ഛൻ ഒരു ഗ്രേറ്റ് മാനാണ് കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
Then on Saturday, no school. I planned and weed with my mother. He sings, but I don't. I think on Sunday there's no work, only prayer meeting out of the farmer's way under the trees, and beer drinks at the mud and tin hunts when the farmers allow us to squat in their land. അപ്പോൾ പറയുന്നത് സാറ്റർഡേ സ്കൂളില്ല, സോ ഞാൻ കൃഷിപ്പണിയിൽ ഏർപ്പെടുകയാണ് ചെയ്യാറ്. ദെൻ അമ്മയുടെ കൂടെയാണ് നിൽക്കുക. അമ്മ പാട്ട് പാടുന്നുണ്ട്, ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ തിങ്ക് ചെയ്യാണ്. പാട്ട് പാടുന്നില്ല, ഐ എം തിങ്കിങ് എന്നാണ് ഇവൾ പറയുന്നത്. ദെൻ സൺഡേ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രെയർ മീറ്റിങ്സ് ഉണ്ടാവും സൺഡേ. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഇവർ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് ബിയർ കഴിക്കും, പിന്നെ അവർ സംസാരിക്കും, പിന്നെ അവർക്ക് എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ അത് ചെയ്യും. ഇതൊക്കെയാണ് അവരുടെ പതിവ്. ഇവളാണെങ്കിൽ ചെറുപ്പം മുതലേ സൺഡേ ഒറ്റയ്ക്ക് പോയിരിക്കും, സ്വയം വർത്താനം പറയും, അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് ഇവൾക്ക്. So I sit on a warm stone in the late afternoon, high up, and the whole valley is a path between the hills leading way from my feet. അപ്പോൾ ഇവൾ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു കല്ലിൻ്റെ മുകളിൽ ചെന്നിരിക്കുകയാണ്, ഒരു വാം സ്റ്റോണും. ലേറ്റ് ആഫ്റ്റർനൂൺ ആണ്, സോ സൂര്യൻ്റെ ഇതൊക്കെ കേട്ടിട്ട് ചൂടുണ്ട്. ദെൻ ഇവൾ നോക്കുമ്പോൾ ഒരു താഴെ ഫാം കാണാം അവൾക്ക് വ്യൂവിൽ. ദെൻ അവിടെ ഷീപ്പുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പിന്നെ പറയുന്നു. ദെൻ ഈ ഗ്രേ സ്റ്റോണൊക്കെ കാണുമ്പോൾ ഇവൾക്ക് ഈ ആടുകൾ, ചെമ്മരിയാടുകൾ കൂട്ടം കൂടി നിൽക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ ഇവൾ ആലോചിക്കുകയാണ്, our huts and the old mulberry tree and the little brown mat of earth and that my mother dug over yesterday, way down there and way over the clumps of trees round the chimneys and the shiny thing that is TV must of the farmhouse, they are nothing on the back of the earth. It couldn't switch them away like a dog's a fly. then ആലോചിക്കുമ്പോൾ പറയാണ്, ഈ ഫാം ഹോംസും ഈ ബോർഡ്സ് തങ്ങളുടെ നിന്ന് അവകാശപ്പെടുന്ന എല്ലാ സാധനങ്ങളും ശരിക്കും അവകാശം അവർക്കുള്ളതല്ല, ഭൂമിയുടെയാണ്. ഇപ്പോൾ ഭൂമി വിചാരിച്ചു കഴിഞ്ഞാൽ നശിപ്പിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതായത് ഡോഗ് ഫ്ലൈന് ഓടിക്കുന്ന പോലെ ഒരു തട്ടിക്കഴിഞ്ഞാൽ പോകുന്നതേ ഉള്ളൂ ഈ കാര്യങ്ങളെന്നൊക്കെ അവൾ പറയുന്നു. ഐ ആം അപ്പ് വിത്ത് ദ ക്ലൗഡ്സ്, അതായത് ഇവളിങ്ങനെ ആലോചിച്ച് ഒരു ഇമാജിനേഷനിലോട്ട് പോവാണ്. അപ്പ് വിത്ത് ദ ക്ലൗഡ്സ്, സോ ദ സൺ ബിഹൈൻഡ് മീ ചേഞ്ചിങ് കളേഴ്സ്, അതായത് സൂര്യൻ്റെ കളറ് മാറിത്തുടങ്ങി, സ്കൈയുടെ കളറ് മാറിത്തുടങ്ങി. സം ആർ പിങ്ക്, സം ആർ വൈറ്റ്, സ്വെല്ലിങ് ലൈക്ക് ബബിൾസ്. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാണ്, അണ്ടർനീത്ത് ഈസ് എ ബാർ ഓഫ് ഗ്രേ നോട്ട് ഇനഫ് ടു മേക്ക് റെയിൻ, അതായത് കറുത്ത നിറം അടിയിലോട്ട് കയറി വരികയാണ്. മഴ പെയ്യാവുന്നത്ര കറുത്ത നിറമൊന്നുമില്ല, ചെറുതായിട്ടൊരു ഗ്രേ കളർ. ദെൻ അതെന്ത് ചെയ്യുന്നു, ഇറ്റ്സ് ഗെറ്റ് ലോങ്ങർ ആൻഡ് ഡാർക്കർ, ആൻഡ് അത് കൂടി വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ലോങ് ബോഡി ആയിട്ട് ഒരു റാറ്റ്, ഒരു ഹ്യൂജ് ഗ്രേ റാറ്റായിട്ടത് മാറുകയാണ് ആകാശത്ത്. മേഘങ്ങൾ കൊണ്ടാണ് ഇത് പറയുന്നത്. മേഘങ്ങൾ വന്നിട്ട് ഒരു എലിയുടെ രൂപം എടുക്കുന്നു എന്ന് പറയുകയാണ്. സോ ഇവിടെ ഈ ഗ്രേ റാറ്റ് എന്ന് പറയുന്നത് ഇവർ ബ്ലാക്ക് പീപ്പിളാണ്. സോ പിന്നെ പറയുന്നു, ഈ വൈറ്റ് സ്കൈനെ മൊത്തം ഈ റാറ്റ് മിണുങ്ങുന്നുണ്ട്. അതായത് ഈ വൈറ്റ് പീപ്പിളിൻ്റെ കയ്യിൽ നിന്ന് ഇവരൊരിക്കലും അധികാരം നേടും എന്നുള്ളൊരു പ്രതീക്ഷ. Then the child remembered the photo. She said that's not him. Then ഇവൾ ആലോചിക്കുകയാണ്, കുട്ടി ആ ഫോട്ടോ കണ്ടിട്ട് ഇത് എൻ്റെ ഡാഡി അല്ല എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ I am sitting here where I came often when he was the island and I came to get away from the others to wait by myself. എന്നിട്ട് പറയാണ്, ഇവൻ വീണ്ടും എവിടെ ജയിലിലോട്ട് തന്നെ പോയി, ഐലൻഡിലോട്ട് തന്നെ പോയി. സോ ഇവനെയും കാത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പം അതായത് ഈ മൂവ്മെൻറ്റിൽ പോയവരനൊക്കെ വീണ്ടും എന്ത് ചെയ്തു, പോലീസ് ഓർ ദ വൈറ്റ് മാൻ, ആ ഒരു അതോറിറ്റി പിടിച്ച് വീണ്ടും ജയിലിലാക്കി. ഐ എം വാച്ചിങ് ദ റാറ്റ്, ഞാനിപ്പോൾ ആ എലി, അതായത് ആകാശ മേഘങ്ങൾ കൊണ്ടുള്ള എലീനെ നോക്കിയിരിക്കുകയാണ്. ഇറ്റ്സ് ലൂസിങ് ഇറ്റ് സെൽഫ്, ഇറ്റ്സ് ഷേപ്പ്, ഈറ്റിംഗ് ദ സ്കൈ ആൻഡ് ഐ എം വെയിറ്റിംഗ്. പറയുകയാണ്, ഈ റാറ്റിൻ്റെ ഷേപ്പൊക്കെ പോയി തുടങ്ങി, അതായത് ഇവരുടെ മൂവ്മെൻറ്റ് ഫെയിലിയർ ആയി തുടങ്ങി. ഇവരതിനൊക്കെ പിടിച്ച് ജയിലിലിട്ടു. ലൂസിങ് ദ ഷേപ്പ്, അതായത് ഇവരുടെ ആ ഒരു ശക്തി പോയി തുടങ്ങി. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ഹിം ടു കം ബാക്ക്, ഞാനിപ്പോൾ അവൻ തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവൻ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ കാത്തിരിക്കുന്നത്. ചിലപ്പോൾ ആ മൂവ്മെൻറ്റിൽ പെട്ട് ഇവൻ മരിച്ചിട്ട് പോലും ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. സോ ഐ എം വെയിറ്റിംഗ്
ഐ എം വെയിറ്റിംഗ് ടു കം ബാക്ക് ഹോം. ദ ലാസ്റ്റ് ലൈൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഐ എം വെയിറ്റിംഗ് ടു കം ബാക്ക് ഹോം. അവൻ വീട്ടിലോട്ട് തിരിച്ചു വരുന്നതും കാത്ത് ഞാനിവിടെ ഈ പാറപ്പുറത്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ റാറ്റിൻ്റെ ലൂസിങ് ഷേപ്പ് എന്ന് പറയുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കാം ആ മൂവ്മെൻറ്റ് ഫെയിലിയർ ആയി എന്നുള്ളത്. സോ ഇതാണ് ഈ ചാപ്റ്റർ. താങ്ക് യു.